ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പഴയ സൈക്കിൾ വീലിൻ്റെ റീസ്റ്റോറേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ടയറും ട്യൂബും ഒക്കെ അഴിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വീലിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ തന്നെ തുരുമ്പായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തുരുമ്പായത് റീസ്റ്റോർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇത് BS SLR വരുന്ന ഒറിജിനൽ വീൽ സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആക്സിൽ അഴിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള തുരുമ്പ് മാക്സിമം കളയണം. അപ്പോൾ നമ്മൾ വയർ വീൽ ഉപയോഗിച്ചാണ് തുരുമ്പ് കളയുന്നത്. അപ്പോൾ ഈ വയർ വീൽ നമ്മൾ ആംഗിൾ ഗ്രൈൻഡറിലിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് വളരെ സൂക്ഷിക്കണം. ഇതിൽ നിന്ന് കമ്പിയൊക്കെ ഉരുത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആംഗിൾ ഗ്രൈൻഡർ വെച്ച് കളയാവുന്ന അത്രയും തുരുമ്പ് നമ്മൾ മാക്സിമം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതിനെ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് കളയാം. അതുപോലെ തന്നെ റിമ്മിൻ്റെ ഉൾഭാഗത്തുമൊക്കെ നല്ല രീതിയിൽ തുരുമ്പായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ബ്ലേഡ് ഉപയോഗിച്ച് ചുരണ്ടി കളയാം. അപ്പോൾ നമ്മുടെ റിമ്മിൻ്റെ ടയർ വാൽവ് വരുന്ന ഹോളിൻ്റെ ഭാഗം കുറച്ച് ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതുവഴി വീലിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ബോഡി ഫില്ലർ ഇട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് വരുന്ന മെറ്റൽ പാർട്ട് മാത്രമേ ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള മെറ്റലിന് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുട്ടിയിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ഗ്യാസ് വെൽഡിങ്ങോ മറ്റോ ചെയ്ത് തന്നെ റെഡിയാക്കി എടുക്കേണ്ടി വന്നേനെ. അപ്പോൾ ഈ പുട്ടി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പേപ്പർ പിടിച്ച് തന്നെ ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേപ്പർ പിടിക്കണം. അപ്പോൾ ഇതിനെ വാട്ടർ സാൻഡിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലുള്ള മാക്സിമം തുരുമ്പും പോയി കിട്ടും. അതുപോലെ ഇതിൻ്റെ സർഫസ് കുറച്ചും കൂടെ നല്ല സ്മൂത്തായി കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് 2-3 മണിക്കൂർ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ പെയിൻ്റ് അടിക്കണം. അപ്പോൾ നമ്മൾ മാറ്റ് ബ്ലാക്കാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇനാമൽ മാറ്റ് ബ്ലാക്കാണ്. ഇത് നമ്മുടെ സാധാരണ പെയിൻ്റ് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ടൈപ്പ് പെയിൻ്റാണ്. 1/2 ലിറ്ററാണ് ഇതിൻ്റെ മിനിമം ക്വാണ്ടിറ്റി വരുന്നത്. 1/2 ലിറ്ററിന് 120 രൂപയാണ് വില വരുന്നത്. ഇതിൽ നമുക്ക് സാധാരണ ടർപ്പൻ്റെ മിക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ മാറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രൈമർ അടിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, നമ്മൾ പ്രൈമർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ബ്രേക്ക് ഷൂ റിമ്മിൽ ഉരഞ്ഞിട്ട് ഇതിൻ്റെ പ്രൈമർ പുറത്ത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ പ്രൈമർ അടിക്കാതെ നമ്മൾ ഡയറക്റ്റായിട്ട് മാറ്റ് ബ്ലാക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പെയിൻറ്റ് സ്പ്രേ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്താലും മതിയാകും. അപ്പോൾ നമ്മുടെ വീലിൻ്റെ റീപെയിൻറ്റിങ് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഈ ബ്രേക്ക് ഷൂ ഉരയുന്ന സമയത്ത് റിമ്മിലെ പെയിൻറ്റ് പോകുമെന്നുള്ളത്. അപ്പോൾ കുറച്ച് പെയിൻറ്റൊക്കെ എന്തായാലും പോകാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ പുതിയ വീൽ സെറ്റിൻ്റെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇത് ശരിക്കും SLRൻ്റെ ഒറിജിനൽ വീൽ സെറ്റാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും പുതിയത് വാങ്ങിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് റീപെയിൻറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.